കോട്ടയത്തെ ഐമനം സ്റ്റേഡിയം നിർമ്മാണത്തിലെ ക്രമക്കേടിനെ കുറിച്ചുള്ള പരാതി സ്പോർട്സ് കൗൺസിൽ അട്ടിമറിച്ചതായി ആരോപണം. പഞ്ചായത്ത് വിശദീകരണം തേടി 1 വർഷം ആയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു. സ്റ്റേഡിയത്തിൽ ആദ്യമുണ്ടായ വിള്ളലുകൾ താൽക്കാലിക പണി നടത്തി മൂടിവെക്കാനായിരുന്നു ശ്രമം. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഗുരുതരമായ നിർമ്മാണ പിഴവുകൾ പുറത്തുവന്ന ഐമനം സ്റ്റേഡിയത്തിലെ കാഴ്ചകൾ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്പോർട്സ് കൗൺസിലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ വരുന്നത്. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് 1 വർഷം മുൻപ് പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതിൽ തുടർ നടപടി ഒന്നും ഉണ്ടായില്ല എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. വിള്ളലുണ്ടായ സ്ഥലങ്ങളിൽ താൽക്കാലിക നിർമ്മാണം നടത്തി ക്രമക്കേട് മറയ്ക്കാനാണ് ശ്രമം ഉണ്ടായത്. 5.25 കോടിയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയത്. അപ്പോൾ ഈ കെട്ടിടത്തിന് ഇതുപോലെയുള്ള ഇതിന്റെ സോയിലൊക്കെ ടെസ്റ്റ് നടത്തിയിട്ട് അതിന് യോജിച്ച രീതിയിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ, അതിനുള്ള പ്രൊവിഷനൊക്കെ എസ്റ്റിമേറ്റിലുള്ളതാണ്. അപ്പോൾ അത് മുഴുവനായി ചെലവാക്കാതെ ഇതിനകത്ത് അഴിമതി നടത്തിയെന്നുള്ളത് തന്നെയാണ് നമ്മളിത് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ പ്രധാന കെട്ടിടത്തിൽ നിന്നും കവാടങ്ങൾ വിണ്ടുമാറിയ നിലയിലാണ്. തറ പലയിടത്തും വിണ്ടുകീറി, തൂണുകൾക്കും ചരിവ് സംഭവിച്ചിട്ടുണ്ട്. ഇതോടെ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ അതിന്റെ റൂഫ് സ്ലാബ് പ്രധാന സ്ട്രക്ചറിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ എല്ലാവർക്കും നേരിട്ട് കാണാവുന്നതാണ്. ഈ കെട്ടിടത്തിന് മൊത്തം ബലക്ഷയം സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ നേരത്തെ തന്നെ നമ്മളിത് നിരീക്ഷിച്ച അഴിമതി, ഇതിന്റെ മണ്ണുപണി മുതലുള്ള അഴിമതി ഉണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ക്രമക്കേട് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ സമരങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിക്കാൻ വൈകാതെ സർക്കാർ സമിതികൾ സ്റ്റേഡിയത്തിൽ എത്തുമെന്നാണ് സൂചന. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് എന്നൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, വലിയൊരു അഴിമതി ശ്രീജിത്ത് ഇന്നലെ പുറത്തു കൊണ്ടുവരുന്നു. ഇന്നതിന്റെ ചുവട് പിടിച്ചുള്ള വാർത്ത വരുന്നു. കൺമുന്നിൽ ഇത്ര വലിയ അനാസ്ഥ അഴിമതിയുടെ രൂപത്തിൽ സംഭവിക്കുമ്പോൾ ആരും എന്ത് ശ്രദ്ധിക്കുന്നില്ല? കൃഷ്ണരാജ്, സ്വാഭാവികമായും നമ്മൾ ഇന്ന് കൊടുത്ത വാർത്തയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഇത് 1 വർഷം മുൻപ് സ്പോർട്സ് കൗൺസിലിന് ഇത് സംബന്ധിച്ച് ഐമനം ഗ്രാമപഞ്ചായത്ത് കത്ത് നൽകിയിരുന്നതാണ്. പക്ഷെ അന്ന് വന്ന് പരിശോധന നടത്തിയവർ താൽക്കാലികമായി ഇതിൽ ഉണ്ടാകുന്ന ചില വിള്ളലുകൾ അടച്ച് അവിടെ ഗ്രൗട്ട് ഒഴിച്ച് അത് അടയ്ക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. പക്ഷെ അത് പിന്നീട് വീണ്ടും അത് കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. മുൻ കവാടങ്ങൾ ഏതാണ്ട് 3 എണ്ണം ഉണ്ട്. ആ കവാടങ്ങളെല്ലാം ഈ പ്രധാനപ്പെട്ട കെട്ടിടവുമായി അകന്നു നിൽക്കുന്ന, വിണ്ടുകീറി അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ ഒരു കെട്ടിടത്തിന്റെ ഈ തൂണുകൾ, ഈ കവാടത്തിന്റെ തൂണുകൾക്കും ചരിവുകൾ സംഭവിച്ച സാഹചര്യം ഉണ്ട്. ഇതിനുള്ളിലെ തറയും ഏതാണ്ട് വിണ്ട് കീറിയിരിക്കുന്നു. പലയിടത്തും ഉയർന്നും താണുമൊക്കെ ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് നിർമ്മാണം ഒരു കൊല്ലം കഴിയുമ്പോൾ അത് മാറിയിരിക്കുകയാണ്. എന്തായാലും സ്പോർട്സ് കൗൺസിലിനൊക്കെ പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് ഒരു കൃത്യമായ പരിശോധന ആ സമയം മുതൽ തന്നെ ഗൗരവമേറിയ പരിശോധന ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അവർ ഇത് കൂടുതൽ വിണ്ട് കീറുകയും കൂടുതൽ പരിതാപകരമായ സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വൈകാതെ സ്പോർട്സ് കൗൺസിലിന്റെ വിദഗ്ധർ ഒക്കെ പരിശോധന നടത്തുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അത്തരം ആലോചനകൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് അഴിമതിയാണോ അതോ നിർമ്മാണത്തിലെ അപാകതയാണോ എന്ന് തീർച്ചയായും വിദഗ്ധർ തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇതൊരു പാടത്തോട് ചേർന്നുള്ള ഭൂമിയാണ്. സ്വാഭാവികമായും അവിടെ മണ്ണിട്ട് ഉറപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ പൈലിംഗ് പോലുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന സംശയം തന്നെയാണ് ഉയരുന്നത്. അവിടെ സ്വാഭാവികമായും അഴിമതി സംശയിക്കുന്നവരെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ഇത്രത്തോളം ഏതാണ്ട് 5.25 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് ഈ ഒരു പദ്ധതി. കിറ്റ്കോ ആണ് ഇതിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചത്. അങ്ങനെ മേൽനോട്ടം വഹിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും അവസാന കാലത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഫെബ്രുവരി 21 അന്ന് സ്പോർട്സ് മന്ത്രിയായിരുന്ന ഇ.പി. ജയരാജൻ ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അങ്ങനെ സർക്കാരിന്റെ വലിയ നേട്ടമായി അവതരിപ്പിച്ചൊരു കെട്ടിടം കൂടിയാണ് ഇങ്ങനെ അതൊരു തകർച്ചയിലേക്ക്, ഒരുപക്ഷെ അതിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും പല പാലങ്ങളും പുനലൂർ ആശുപത്രി കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളും ഒക്കെ ഇടിഞ്ഞു വീഴുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസം കണ്ടു. തിരക്ക് പിടിച്ച നിർമ്മാണമാണോ അഴിമതിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവിടെ പലയിടത്തും ഉയർന്നു വരുന്ന സാഹചര്യവുമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ക്രമക്കേടുണ്ടോ എന്ന് ഇതിലെ പരാതിക്കാരൻ വാർഡംഗം ആയ ബിജു മാന്താറ്റിൽ ഒപ്പം ചേരുന്നുണ്ട്. ബിജു, ഇതിൽ 3 ഘട്ടങ്ങളുണ്ട്. 1, നിങ്ങളുടെ പരാതി. 2, പഞ്ചായത്ത് അത് പരാതിയായി സ്പോർട്സ് കൗൺസിലോട് പറയുന്നു. 3, അവരത് ഇനിയും കണ്ടില്ല എന്ന് നടിക്കുന്നു. നിങ്ങൾ ഇതൊരു തുടർ പ്രക്രിയയായി ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു. ഈ 1 വർഷമായിട്ടും സ്പോർട്സ് കൗൺസിൽ വന്നില്ല എന്ന പരാതി ഉള്ളപ്പോൾ തന്നെ പിന്നീട് പഞ്ചായത്ത് അതിന് പിന്നാലെ പോയില്ല എന്നാണോ? 1 വർഷം മുമ്പ് പണി തീർന്നുകൊണ്ടിരുന്നപ്പോഴാണ്
ഇതിന്റെ തറയിൽ 6 സ്ഥലത്തായിട്ട് വിള്ളല് കണ്ടെത്തിയത്. ഈ വിവരം കരാറുകാരനെയും അതുപോലെ നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയുടെ എഞ്ചിനീയർമാരെയും ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അവര് ഇത് വെറും ഹെയർലൈൻ ക്രാക്കാണെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഈ ക്രാക്ക് വീണ്ടും രൂപം കൊണ്ടപ്പോൾ ഞാൻ ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കത്ത് നൽകി. ഉടനടി ഒരു സാങ്കേതിക വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് റിപ്പോർട്ട് നൽകണമെന്ന്. എന്നാൽ അവിടെ ആ വിള്ളൽ മൂടി വെക്കാൻ ഒരു പണിക്കാരനെ അവിടെ ചുമതലപ്പെടുത്തി അവിടെ നിർത്തിയല്ലാതെ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് കാര്യമായ അന്വേഷണങ്ങളൊന്നും തന്നെ നടന്നില്ല. അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷവും 4 മാസമായിട്ട് ഇതുവരെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിലുള്ള ഒരു അമർഷമുണ്ട് ഇവിടെ എല്ലാവർക്കും. ശ്രീ ബിജു മാന്താറ്റിൽ ഇതെങ്ങനെ വിട്ടുകൊടുക്കാനാണ്? ചുമരുകളാകെ വിണ്ട് 2ആയി പിളർന്നു തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനം പോലും ശക്തമല്ല എന്നാണോ? ഇത് ആദ്യം ഇതിന്റെ ചെറിയ വിള്ളൽ കണ്ടപ്പോൾ തന്നെ അത് പരിഹരിക്കാനോ അതായത് എന്താണ് ഇതിന്റെ തകരാറെന്നൊരു സാങ്കേതിക സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനോ അത് വിട്ടുകൊടുക്കാനുള്ള ഒരു നടപടി ആദ്യം തുടക്കത്തിൽ തന്നെ അവര് തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഒരു മനോഭാവം കാണിച്ചിരിക്കുകയാണ്. സ്പോർട്സ് കൗൺസിൽ യാതൊരു താല്പര്യമില്ല. ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. ഉദ്ഘാടനം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് എന്താണ് ഇതിനകത്ത് നടപടി എന്നുള്ള ഒരു കാര്യം ഒരു വ്യക്തത പോലും ഇതുവരെയായിട്ടും പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയിട്ടില്ല. ശ്രീ ബിജു മാന്താറ്റിൽ, ഇത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഉദ്ഘാടനം നടന്നത്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് തൊട്ടു മുൻപുള്ള ഉദ്ഘാടന മാമാങ്കം. പണി മുഴുവൻ പൂർത്തിയാകുന്നതിന് മുമ്പായിരുന്നു ഉദ്ഘാടനം നടന്നത്. ആ ഉദ്ഘാടനത്തിന് ശേഷവും പണി തുറന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇതിനകത്ത് ആദ്യം തറയിൽ വിള്ളൽ രൂപം കൊണ്ടത്. എന്നാൽ ഈ തറയിൽ വിള്ളൽ രൂപം കൊണ്ടതിന് ശേഷമാണ് പുറത്തെ പ്രധാന 3 കവാടങ്ങളിലെ ഭിത്തികള് അതുപോലെ തൂണുകള് പ്രധാന കെട്ടിടത്തിൽ നിന്ന് അടർന്നു മാറിയ സ്ഥിതിയിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ആ കെട്ടിടം ആ ഭാഗങ്ങളൊന്നും സുരക്ഷിതമല്ല. അവിടെ ചെന്ന് നിൽക്കുന്ന പോലും സുരക്ഷിതമല്ല. ശ്രീ ബിജു മാന്താറ്റിൽ, ഇത് ഇതേപടി നിലനിർത്തി നവീകരണത്തിലൂടെ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം അടിസ്ഥാനം പോലും ശക്തമല്ല എന്ന ആരോപണം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സാങ്കേതിക വിദഗ്ധ സമിതി അന്വേഷിച്ചാലേ ഉള്ളൂ. ഇത് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റണോ ഇത് ഭാഗികമായ പൊളിച്ചു മാറ്റണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാണ്ട് അതിനൊരു സംയുക്ത പരിശോധന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് പഞ്ചായത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും അതിനുവേണ്ട നടപടി ഉടൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിറ്റ്കോയെ അറിയിച്ചിട്ടുണ്ട്. നിർമ്മാണ അതുപോലെ ഈ സ്റ്റേഡിയം നിൽക്കുന്ന അതേ വാർഡിലെ മുൻ മെമ്പറാണ് അല്ലേ? ആരാണ്? ഈ സ്റ്റേഡിയം നിലനിൽക്കുന്ന വാർഡിലെ മെമ്പർ ആയിരുന്നു താങ്കൾ? ഈ സ്റ്റേഡിയം നിലവിൽ ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഈ സ്റ്റേഡിയം നിലനിൽക്കുന്ന വാർഡിലെ. ശരി. ദേവകി ടീച്ചർ മറ്റൊരു വാർഡംഗം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദേവകി ടീച്ചർ, ഐമനം സ്റ്റേഡിയം വല്ലാത്ത അവസ്ഥയിലാണല്ലോ. ഇതൊക്കെ കണ്ടായിരുന്നോ? കണ്ടു. ഇനി എന്താണ് നടപടി? എന്താണ് നടപടി എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഏതായാലും പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കായിക പ്രേമികൾക്ക് തുറന്നു കൊടുക്കാൻ പരുവത്തിലല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കവാടം കൂടി ഇടിഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പോലും പറ്റാത്തൊരവസ്ഥയിലുള്ള സ്റ്റേഡിയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എന്താണേലും വിദഗ്ധ സമിതി ഉണ്ടാക്കണം. അതുപോലെ ഇതിലെന്താണ് നടന്നത്, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് വിജിലൻസ് അന്വേഷണത്തിന് വേണം എന്നുള്ളത് ആദ്യം ഒരു വിള്ളൽ കണ്ട സമയത്ത് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അതിന് വ്യക്തമായി പഞ്ചായത്തിൽ അറിയിച്ചിട്ടുമുണ്ട്. ശ്രീമതി ദേവകി ടീച്ചർ, ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാകും? അതായത് കൃത്യമായി ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുണ്ടാവാൻ വഴിയില്ല. 5.25 കോടി രൂപയാണ് വെറുതെ മണ്ണിൽ കുഴിച്ചിട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ തുടക്കം, ഈ അഴിമതിയുടെ അനാസ്ഥയുടെ തുടക്കം എവിടെ നിന്നാണ്? അത് കണ്ടുപിടിക്കാനാണ് ഒരു സമിതി രൂപീകരിക്കുന്നത്. നിങ്ങൾ ആരോപിക്കുന്നത് എന്താണ്? ആരോപിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിന്റെ ആ മണ്ണ്, അതായത് അത് വാട്ടർ ലെവൽ എന്താണ്, ആ മണ്ണിനെ കുറിച്ച് ആദ്യം പഠിക്കണമായിരുന്നു. അവിടെ ഒരു കളിസ്ഥലം അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയം പണിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്നുള്ളതാണ് ആദ്യത്തെ പഠനം വേണ്ടത്.
ആ പഠനം നടത്താതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ ഏത് രീതിയിൽ സ്റ്റേഡിയം പണിയണം എന്നുള്ള ഒന്ന് വിദഗ്ധമായി പഠിക്കാതെയുള്ള ഒരു പരാജയം ആണ് ഇത്. അതുപോലെ അനുവദിച്ച തുക മുഴുവൻ ഇവിടെ വന്നോ എന്നുള്ളതും അന്വേഷിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. ഇത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2021 ഫെബ്രുവരിയിൽ മന്ത്രി ജയരാജ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതാണ്. പക്ഷേ അത് പഞ്ചായത്തിന് ഈ 1.5 വർഷമായിട്ടും വിട്ടുകൊടുത്തിട്ടില്ല. ഈ കാര്യങ്ങൾ പലതവണ പഞ്ചായത്ത് അധികാരികളെ, അതായത് പ്രസിഡന്റിനെ അടക്കം ഞങ്ങൾ അറിയിച്ചതാണ്. അപ്പോ സ്പോർട്സ് അവിടെ അറിയിച്ചിട്ടുണ്ട്, അവര് വരും, അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോ എന്താണെങ്കിലും ഒന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിയാണ്, ഇതൊരു വലിയ അഴിമതിയുടെ സ്മാരകമാണ് എന്ന കാര്യത്തിൽ ഈ പറഞ്ഞു കേട്ടതിൽ നിന്ന് സംശയം തോന്നുന്നുമില്ല. വളരെയധികം നന്ദി ദേവകി ടീച്ചർ. പരാതിക്കാരനായ വാടങ്കം ബിജു മാന്താറ്റിൽ വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിജു മാന്താറ്റിൽ, നോക്കൂ, 1 വർഷം മുൻപ് പരാതി നൽകുന്നു. ആ പരാതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലിനെ സമീപിക്കുന്നു. ഇനിയും അവർ കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഈ 1 വർഷം ഇതൊരു തുടർ പ്രക്രിയയായി പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോയോ? ഇവിടെ ഒരു അഴിമതി നടന്ന സ്ഥലമുണ്ട്, ഇവിടേക്ക് നിങ്ങൾ വന്ന് അന്വേഷിക്കൂ എന്ന് ഒരു കത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കുക എന്നതിനപ്പുറത്ത് അതിനെ പിന്തുടർന്ന് പോകാനും അവരെ ഇവിടെ എത്തിക്കാനും എന്തുകൊണ്ട് പഞ്ചായത്തിന് കഴിഞ്ഞില്ല? പല പ്രാവശ്യം ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ അവതരിപ്പിച്ചാണ്. അപ്പോൾ അത് സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്, മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലാതെ മറ്റ് യാതൊരു നടപടികളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നോക്കൂ, ഒറ്റയ്ക്കാണ് താങ്കൾ ഈ പരാതിയുമായി മുന്നോട്ട് പോയത്. താങ്കളുടെ രാഷ്ട്രീയ പിന്തുണ അത് ഇതിലേക്ക് കൊണ്ടുവരാനും വലിയ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനും ഇതിലെ അഴിമതി അനാസ്ഥ പുറത്തു കൊണ്ടുവരാനും ആകുമോ ഇനിയുള്ള ശ്രമം? തീർച്ചയായിട്ടും ഇത് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ നാട്ടകം സുരേഷ് സ്ഥലം സന്ദർശിച്ചു. അത് KPCCയിൽ ഈ വിഷയം അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടാതെ ഇത്രയും കോടി രൂപ ഈ ഒരു പഞ്ചായത്തില് മുടക്കിയിട്ട് യാതൊരു പ്രയോജനവും ആർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഐമനം പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇതിന്റെ പണി തീരുന്നത്. അവള് വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ പ്രതീക്ഷകളും പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ബിജു മാന്താറ്റിൽ ശക്തമായി മുന്നോട്ട് പോവുക. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് വീണ്ടും. ശ്രീജിത്ത്, ഞാൻ അതേ ചോദ്യം ആവർത്തിക്കുകയാണ്. ഒരു പരാതിക്കാരൻ നിരന്തരം പഞ്ചായത്ത് കമ്മിറ്റികളിൽ ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. അപ്പോഴെല്ലാം സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്, മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പരാതി പറയുന്നതല്ലാതെ ഇതിനെ ഒരു തുടർ പ്രക്രിയയായി കാണാനും ഇതിനൊരു റിസൾട്ടിലെത്തിക്കാനും പഞ്ചായത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? സ്പോർട്സ് കൗൺസിലിൻ്റെ മറ്റൊരനാസ്ഥ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാവും? സ്വാഭാവികമായും സർക്കാർ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ് അത്. ആദ്യം ഇങ്ങനൊരു വിള്ളൽ, ഏതാണ്ട് 6 വിള്ളൽ ഉണ്ടായപ്പോൾ തന്നെ അത് പരിഹരിച്ച് അവിടെ ഗ്രൗട്ട് ഒഴിച്ച് അത് നിറച്ച് അത് മറയ്ക്കാനായിരുന്നു പോയത്. അതിനുള്ള ശ്രമമാണ് അവർ ആദ്യഘട്ടത്തിൽ നടത്തിയത്. അദ്ദേഹം തന്നെ, ബിജു മാന്താറ്റിൽ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ, അത് ചില ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ചൂണ്ടിക്കാണിച്ച് അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഈ ക്രമക്കേടോ അല്ലെങ്കിൽ ഇതിൽ നടന്ന നിർമ്മാണത്തിലെ അപാകതയോ ഒക്കെ പിന്നീട് ഓരോ ദിവസം കഴിഞ്ഞ് കൂടുതൽ പുറത്തു വരുന്നു. ഒരുപക്ഷെ ഇനി 1 മാസം കഴിഞ്ഞാൽ ഇതായിരിക്കില്ല അവിടുത്തെ കാഴ്ച സ്വാഭാവികമായും. പക്ഷേ ഇത്രയധികം ഇത് പുറത്തു വന്നിട്ടും സ്പോർട്സ് കൗൺസിൽ മൗനം പാലിച്ച് മാറി നിൽക്കുന്നത്, എന്തെങ്കിലും ഒഴിവ് പറഞ്ഞു മാറാനുള്ള ശ്രമം നടത്തുന്നത് സ്വാഭാവികമായും നാട്ടുകാരെയും രോഷത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇക്കാര്യത്തിൽ സ്പോർട്സ് കൗൺസിൽ പ്രതികരിച്ചില്ലെങ്കിൽ സമരങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കോൺഗ്രസും BJPയും. അവിടെ രണ്ടും പ്രതിപക്ഷമാണ്, CPM ആണ് ഐമനം ഭരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഒരു പ്രശ്നമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് സർക്കാരിന്റെ കിഫ്ബി പദ്ധതി വഴി
കിറ്റ്കോ മേൽനോട്ട ചുമതല വഹിച്ച ഒരു പദ്ധതിയാണ്, കരാറുകാരൻ വഴി നടപ്പാക്കിയ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പദ്ധതിക്ക് സ്വാഭാവികമായും ഉത്തരം പറയേണ്ടത് നിർമ്മാണ ചുമതല വഹിച്ച കിറ്റ്കോയും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയാണ്. പഞ്ചായത്ത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചു. സ്പോർട്സ് കൗൺസിലിന്റെ മറുപടിയും ഇക്കാര്യത്തിൽ നിർണായകമാണ്. തീർച്ചയായും അവർ വൈകാതെ ഇത് പരിശോധിക്കുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് എന്ന് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും വളരെ ഗുരുതരമായൊരു ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായ പരിശോധനയോ അല്ലെങ്കിൽ മണ്ണ് അടിച്ചപ്പോഴുള്ള പരിശോധനയോ ഒക്കെ നടത്തുന്നതിൽ മേൽനോട്ട ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ എത്തി ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. കൃഷ്ണരാജ്, എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ശരി, ഐമനം സ്റ്റേഡിയം നിർമ്മാണത്തിലെ ക്രമക്കേടിൽ അന്വേഷണം വൈകാതെ ഉണ്ടാകും, അന്വേഷണ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു പഞ്ചായത്ത് അംഗം പഞ്ചായത്തിനെ അറിയിച്ച്, പഞ്ചായത്ത് അത് സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ച് 1 വർഷമായിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതുവരെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 5.25 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഐമനം സ്റ്റേഡിയം വലിയ ക്രമക്കേടിന് സാക്ഷിയായി, സ്മാരകമായി ഇപ്പോഴും അവിടെ നിൽക്കുന്നു. വലിയ പ്രക്ഷോഭങ്ങൾ BJPയും കോൺഗ്രസും സംഘടിപ്പിക്കാനിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന്.